എന്താടി രാവിലെ എന്താണ്ടാക്കി? ഇവിടെ നിന്ന് ഉപ്പുമാവല്ലേ? അതിന് കുറച്ച് കടലക്കറിയാ. അയ്യോ കടലക്കറി ഒന്നും വേണ്ട, ഞാൻ ഉണ്ടാക്കാൻ പോണ കടലക്കറി. അയ്യോ അവിടെ കുറെ ഇരുന്നു, അപ്പൊ ഇതിരിക്കട്ടെ. ഉച്ചക്ക് കഴിക്കാലോ, ഇനി ഇവിടുത്തെ ആര് തിന്നാം? അതെ, ഉച്ചക്ക് ഇനി പോയിട്ട് ഇനി എപ്പോ വരുമെന്ന് പറയാൻ പറ്റത്തില്ല. എവിടെ പോണു നിങ്ങള്? ഞങ്ങള് ഹോസ്പിറ്റലിൽ വരെ പോവാ. എന്താ? അത് എന്താന്നറിയത്തില്ലൊരു ചെറിയൊരു സംശയം. ആ സത്യം? സത്യമാണെന്ന് അറിയത്തില്ല, ഒന്ന് ചെക്ക് ചെയ്യാന്ന് വിചാരിച്ചു. അവനെന്തേ? ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നാ പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് മറ്റേ കാർഡ് മേടിച്ചിട്ട് നോക്കായിരുന്നില്ലേ? ഇതൊക്കെ പറഞ്ഞപ്പോ ഏട്ടൻ പറയുക, എന്തായാലും നിന്റെ സംശയമല്ലേ, അപ്പൊ ഹോസ്പിറ്റലിൽ പോയിട്ട് തന്നെ സ്ഥിരീകരിക്കാം. എന്നാ പിന്നെ വേഗം പോയിട്ട് വാ. പ്രാർത്ഥിക്കണേ കേട്ടാ. ശരി. ശരാ വിളിച്ചു പറയണേട്ടാ. അതെ, ഈ സുവർണകുമാർ എത്ര മണിക്കാണ് നിന്നെ വിളിച്ച് പറഞ്ഞേ? രാവിലെ 6 മണിക്ക്. രാവിലെ 6 മണിക്ക് പറഞ്ഞിട്ട് നീ ഇപ്പോഴാണ് വിളിച്ച് പറയണത്. ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തവനായി പോയല്ല നീ. അതെ, നമ്മളെ പാർട്ടി ഇത്രയും കേന്ദ്രത്തിൽ പിടിപാടുള്ള ഒരു പാർട്ടിയിൽ ഒരു അണിക്ക് ഇവിടെ ബെഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കിയിരിക്കാൻ പറ്റുമോ? അല്ല, ഇവൻ ആരും ഈ ആശുപത്രിയിൽ വരാൻ പറഞ്ഞത്? അവരുടെ കുടുംബക്കാരൊക്കെ കുടുംബക്കാർക്ക് അവൻ്റെ വിരോധമുണ്ടോ? വേറെ ഒരു ആശുപത്രിയും കിട്ടിയില്ല. കഷ്ടം. കൊച്ചേ, എൻ്റെ പാർട്ടിയിലുള്ള സുവർണകുമാറിന് എന്തുകൊണ്ട് നിങ്ങളിവിടെ ബെഡ് കൊടുത്തില്ല? ബെഡ് വേണമെങ്കിൽ ഇവിടെ അഡ്മിറ്റ് ആവണം. അവനിവിടെ അഡ്മിറ്റാണ്. നിങ്ങളുടെ ഡോക്ടർ അവന് ബെഡ് കൊടുക്കാതെ തറയിൽ കിടത്തി, അത് എന്തിനാണെന്നാണ് ഞാൻ ചോദിച്ചത്. അത് ഡോക്ടറോട് ചോദിക്കണം. ഡോക്ടറോട് ചോദിക്കണം. ആരാ ഇവിടുത്തെ ഡോക്ടർ? എവിടെ നിങ്ങളുടെ ഡോക്ടർ? ഞാനാണ് ആ ഡോക്ടർ. ഈ ഡോക്ടർക്ക് എന്നെ മനസ്സിലായോ? ഇല്ല. എന്നാ എനിക്ക് ഡോക്ടറെ മനസ്സിലായി. ഇതാരാണെന്ന് അറിയാമോ? ഇല്ല. പക്ഷെ ഇയാൾക്ക് ഡോക്ടറെ അറിയാം. അതിന് എൻ്റെ ഡോക്ടറെ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ നിങ്ങൾ അഡ്മിറ്റ് ചെയ്ത ഒരു പേഷ്യന്റിനെ പോലും നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടുത്തെ ഡോക്ടറാണ്? ഇയാൾ ഇവിടുത്തെ പേഷ്യന്റ് ആണോ? ഇന്ന് രാവിലെ അഡ്മിറ്റ് ശരി. അതെ, ഇന്ന് രാവിലെ തലക്കറക്കമായിട്ട് വന്ന ഇയാളെ ഡോക്ടർ ഇവിടെ അഡ്മിറ്റ് ചെയ്തു. എന്നിട്ട് ഇയാൾക്ക് ബെഡ് കൊടുത്തില്ല. എൻ്റെ അണിക്ക് നിങ്ങൾ എന്തുകൊണ്ട് ബെഡ് കൊടുത്തില്ല? ഞങ്ങൾ ഇവിടെ ഈ അണികൾക്ക് ബെഡ് കൊടുക്കാറില്ല, രോഗികൾക്ക് ബെഡ് കൊടുക്കാറുള്ളൂ. ഡോക്ടറെ, തമാശ വേണ്ട, തമാശ വേണ്ട. അതെ, ഇയാൾ എൻ്റെ പാർട്ടിയിലെ അണിയാണ്, മാത്രമല്ല ഒരു രോഗിയാണ്. എൻ്റെ നേതാവെ പുള്ളി പ്രഷറായിട്ട് വന്ന ആളാണ്. ഞാൻ ഒബ്സർവേഷനിൽ ഇരിക്കാൻ പറഞ്ഞു, തലകറക്കം മാറുമ്പോൾ പൊക്കോളാൻ പറഞ്ഞു. ഒരു അസുഖമില്ല. ഇയാൾക്ക് അസുഖമുണ്ടല്ലോ തീരുമാനിക്കുന്ന ഡോക്ടറാണോ? പിന്നെ ഇയാളാണോ? അതെ, ഒരാളിനെ കണ്ട എത്രത്തോളം അസുഖമുണ്ട് ഇല്ല എന്നൊക്കെ മനസ്സിലാക്കാനേ വലിയ IAS ഒന്നും പഠിക്കണ്ട. IAS അല്ല, MBBS. MBBS അത് തന്നെ. ഞാനൊരു കാര്യം പറയാം. കേന്ദ്രത്തിൽ പിടിപാടുള്ള പാർട്ടിയിലെ ഈ അണിക്ക് നിങ്ങൾ ഇവിടെ ബെഡ് കൊടുത്തില്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാം. എന്നാൽ ഇയാൾക്ക് ബെഡ് കൊടുക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്നും ആലോചിക്കും. അയാൾ ആലോചിക്കട്ടെ. നമ്മളും ആലോചിക്കും. അതുപോലെ ആലോചിച്ചിട്ട് ഞങ്ങളൊരു തീരുമാനം അങ്ങോട്ട് പറയും. അത് നടപ്പിലാക്കോ ഇല്ല എന്നുള്ളതാണ് എനിക്ക് അടുത്ത് അറിയേണ്ടത്. ക്ലീറ്റസ് ആരാണെന്ന് അയാൾക്ക് അറിഞ്ഞൂടാ. കളിക്കുന്നതാണ്. ഒരു മര്യാദ വേണ്ട. ഇതാരാണ് നമ്മുടെ പാർട്ടിയിൽ ആരാണ്? ഒരു അണി. ഞാൻ പറഞ്ഞതാ. പറഞ്ഞപ്പോ ഡോക്ടറോട് പറഞ്ഞു ഞാൻ സുവർണകുമാറാണ്, ക്ലീറ്റസ് നേതാവിന്റെ ആളാണെന്നൊക്കെ ഞാൻ പറഞ്ഞതാ. അപ്പോ അംഗീകരിക്കണ്ടേ? അപ്പൊ ഇതൊക്കെ അഹങ്കാരമാണ്. അതെ, ഇതിനെതിരെയൊക്കെ പ്രതികരിക്കണം. പ്രതികരിച്ചില്ലേ വലിയ കുഴപ്പമാണ്. നീ എന്റെ പാർട്ടിയിലാണെന്ന് പറഞ്ഞല്ലേ? പറഞ്ഞ് പുച്ഛം. അതിന് പുച്ഛം ഞാൻ മാറ്റി കൊടുക്കാം. കളിക്കുന്നത് നമ്മളെ ഇത്രയും നാളും നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ സമരം ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നോക്കട്ടെ എന്താണ് അതിന്റെ തീരുമാനം അറിയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ സമരം ചെയ്യും. ഏത് രീതിയിലുള്ള സമരം? നേതാവുണ്ട്. നീ വിഷമിക്കല്ലേ പെങ്ങളെ, ഇതൊന്നും കണ്ട് വിഷമിക്കല്ലേ. എന്ത് പേടിയാവണ? ഇതൊക്കെ വെറും നിസാര ഒരു ഉറുമ്പ് പേടി, അത്രേ ഉള്ളൂ കേട്ടാ. ഒന്നുമില്ല, സുവർണകുമാറിന് ബെഡ് വാങ്ങിച്ചു കൊടുക്കും ഞാൻ. അത് വേണം നേതാവേ. അങ്ങനെ ഇവനെ തറയെ കിടത്താന്ന് പറഞ്ഞാൽ അങ്ങനെ നീ ഇതിപ്പോ നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നം. സുവർണകുമാറെ, നീ വിഷമിക്കണ്ട. നിനക്ക് ബെഡ് ഞാൻ മേടിച്ചു തരും കേട്ടോ. വല്ലപ്പോഴും ഒക്കെ ഈ പുതിയ അണികൾക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ. ഞാൻ പറയുകയും ചെയ്തു, ഞാൻ ക്ലീറ്റസ് നേതാവിന്റെ അളിയാണ്. നീ ആലോചിച്ച് നോക്ക്, നമ്മളൊക്കെ പൊതുപ്രവർത്തന രംഗത്ത് എത്ര കാലമായി. ഒരാള് ഞങ്ങളുടെ പാർട്ടിയിൽ ഒരാണ് ഇവിടെ വന്നപ്പോൾ അയാൾക്ക് ബെഡ് കൊടുക്കില്ല ഇവിടുത്തെ ഡോക്ടർ. അത് മര്യാദയാണ്. അങ്ങനെ ആൾക്കാരോട് രണ്ട് സമീപനം പാടില്ല. അവൻ ഒരു പാവമുണ്ട്, പാവം, വേറും പാവം. അവന് പുതിയ ആളാണ്. അപ്പോൾ കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. അവരിവിടെ വന്നിട്ട് അയ്യോ ഇങ്ങനെയൊക്കെ താങ്ങി നിന്നപ്പോൾ ഡോക്ടർ വിചാരിക്കണം അവന് ആരും ചോദിക്കാനും പറയാൻ ആരുമില്ലാതെ നമ്മൾ വെറുതെ ഇരിക്കുമോ? നമുക്കൊന്നും കണ്ട് പ്രതികരിക്കണം. അളിയാ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രതികരിച്ചേ പറ്റും. അല്ലാതെ നമ്മുടെ നാട് ശരിയാവാത്തന്നെ ഇതിൻ്റെ കുഴപ്പം കൊണ്ടാണ്.
വിഷമിക്കലൊന്നുമില്ല. എന്താണ് പ്രശ്നം എന്താ? എന്ത് പ്രശ്നം? സുവർണ, അത് സുവർണ്ണമാണ്. നീ എന്താ ഇവിടെ? ഞാൻ ഒരു ചെറിയ വിശേഷം ഉണ്ടെന്ന് തോന്നുന്നു. എടാ, ഒരു വാക്ക്. Congratulations. അതൊരു ചെറിയ ഡൗട്ടാണ്. അപ്പോൾ അവളെ എന്നെ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ഓടിച്ചതാണ്. അതിന് മറ്റേ കാർഡ് കാണിച്ച് വീട്ടിൽ ടെസ്റ്റ് ചെയ്തൂടെ? അത് ടെസ്റ്റ് ചെയ്ത് അപ്പൊ ഒരു എനിക്കൊരു ഉറപ്പില്ല. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇവിടെ ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ ഒരു ഇത് കിട്ടും. ഉറപ്പിച്ച കർത്താവുണ്ട് നമ്മളെ അവിടെ. മാത്രമല്ല ഇവിടുന്ന് മാത്രമല്ല ബില്ല് തരുള്ളൂ. ആ റെസിപ്റ്റ് കാണിക്കാമല്ലോ നമുക്ക് ഡോക്ടറെ കാണിക്കാൻ. കാണിക്കല്ലോ മെസ്സേജ് കാണിക്കാൻ. ഓക്കെ, എന്തായാലും ഇവിടെ ചെലവുണ്ട് കേട്ടാ. നന്നായി. എന്തായാലും അമ്മയുടെ തങ്കത്തിന്റെ ഒക്കെ പ്രാർത്ഥന ഉണ്ടല്ലോ. അല്ലെങ്കിൽ കുറെ പേരോട് ഉണ്ടോ? പിന്നെ ഇനിയിപ്പോ അതാണ്ട ഞാൻ സുവർണകുമാറിന്റെ അതിന്റെ രണ്ടിലൊന്ന് തീരുമാനമായിട്ട് ഇന്ന് ഞാൻ ഇവിടുന്ന് പോകും. എനിക്ക് പോരുന്നില്ല. എന്ത് എവിടെയാ കൂടുതൽ വെയിലത്ത് നിർത്തണ്ടല്ലേ ഇനിയിപ്പോ അങ്ങോട്ട്. ഞാനെങ്കിൽ വീട്ടിൽ പോകാൻ ഉണ്ടെങ്കിൽ ഈ റിസൾട്ട് ആണെങ്കിൽ പഠിച്ചിട്ട് വരുമോ ജമന്തിയുടെ? പിന്നെന്താ, അത് കുഴപ്പമൊന്നുമില്ല. മറക്കല്ലേ. എന്തായാലും ഞാൻ ഇവിടെ നിൽക്കുകയല്ലേ, ചിലപ്പോൾ ഇച്ചിരി വൈകിയാൽ ഡോക്ടറുടെ തീരുമാനം പോലെ ഇരിക്കും കാര്യങ്ങൾ നിങ്ങളുടെ റിസൾട്ട് കിട്ടാനായിട്ട്. എന്തായാലും ഞാൻ മേടിച്ചിട്ടേ വരുള്ളൂ. നിങ്ങളോട്ടോ ഡോക്ടറെ കാണിക്കണ്ട കേട്ടോ. ആ പിന്നെ ആ അൻസാറിനെ വിളിച്ചിട്ട് ഒരു 10-15 പേരുമായിട്ട് നേരെ ഇങ്ങോട്ട് വരാൻ പറ. നേതാവേ, നിങ്ങളാണ് യഥാർത്ഥ നേതാവ്. ഒരു പാർട്ടിയിലും ഇതുപോലെ എനിക്ക് പ്രൊട്ടക്ഷൻ കിട്ടിയിട്ടില്ല. ഈ നല്ല പാർട്ടിയിൽ ഇതുവരെ പ്രവർത്തിച്ചില്ലാത്തതിന്റെ കുഴപ്പമാണ്. ആദ്യം ഭാര്യ സമാധാനിപ്പിക്കും, വിഷമിക്കലെന്ന് പറയാം. കുറച്ചുകൂടെ തന്റെ ഇടത്തോടെയൊക്കെ നമ്മൾ നിൽക്കണം. നമുക്ക് അടുത്ത വനിതാ പ്രതിനിധിയായിട്ടൊക്കെ നിൽക്കാനുള്ളതാണ് കേട്ടോ. ആണോ? പിന്നെ കേട്ടോ, ധൈര്യം നേതാവ് ഉള്ളിടത്തുള്ള കാര്യം നമുക്ക് ഒന്നും പേടിക്കണം. Versus Alien.